ഞങ്ങൾക്ക് പോകേണ്ടത് ട്രിവാൻഡ്രത്ത് നിന്ന് മംഗലാപുരത്തേക്കാണ്. പക്ഷേ ട്രിവാൻഡ്രത്ത് നിന്ന് 5:15 തിരിക്കുന്ന ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് അറിയോ? PSC ക്ലാസ്സിന് പോയിരുന്ന സമയത്ത് അവിടുത്തെ സാറുമാര് കേരളത്തിലെ ജില്ലകളെ പറ്റി ഒന്നൊന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു വരുമ്പോ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട്. പുരാതന കാലങ്ങളിൽ ഹർക്കവില്ല എന്നറിയപ്പെട്ടിരുന്ന സപ്തഭാഷ സംഗമഭൂമി എന്നറിയപ്പെടുന്ന തുളുവും ബേരിയും ഭാഷകൾ സംസാരിക്കുന്നവരെ കാണാൻ സാധിക്കുന്ന ചന്ദ്രഗിരി പുഴയും ഉപ്പളക്കായലും ഓളം തല്ലുന്ന കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ദൈവങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന 1984 മെയ് 24 അവസാനമായി രൂപം കൊണ്ട ഒരുപാട് നല്ല മനുഷ്യരും നല്ലതും വേറിട്ടതുമായ സംസ്കാരമുള്ള കാസർഗോഡ് ജില്ലയിലേക്ക്. പക്ഷേ കഴിഞ്ഞ വ്ളോഗില് നമ്മൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ദേ ഭാരത് കയറി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴുണ്ടായ ഒരു കൈപ്പേറിയ അനുഭവത്തിനെ പറ്റി ഞാൻ ഷെയർ ചെയ്തിരുന്നു. ഇനി ചിലപ്പോൾ കാസർഗോഡ് എന്ന് കേൾക്കുമ്പോൾ പഠിച്ച കാര്യങ്ങളെക്കാൾ ഓർമ്മയിൽ വരുന്നത് അനുഭവത്തിലുണ്ടായ കാര്യമായിരിക്കും. ശരിക്കും പറഞ്ഞ ഈ ഒരു യാത്ര തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് AC വെയിറ്റിംഗ് ലിസ്റ്റിൽ സാധാരണ കിട്ടാറുള്ള സീറ്റ്സ് നമുക്ക് കിട്ടാതെ വരിക, മറ്റൊരു ട്രെയിൻ ബുക്ക് ചെയ്തപ്പോൾ അതിന്റെ ടൈം റീഷെഡ്യൂൾ ആയി പിന്നീട് ഒരു ടൈമിംഗ് കാണിക്കുക, അങ്ങനെ അവസാനം എന്തോ ഭാഗ്യം കൊണ്ടാണ് ഈ ഒരു വന്ദേ ഭാരതിൽ സീറ്റ്സ് നമുക്ക് കിട്ടിയത്. ഇച്ചായന് ലീവ് തീരാറായതുകൊണ്ടും നമുക്ക് മംഗലാപുരത്തെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ തന്നെ മംഗലാപുരത്തേക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമായിരുന്നു. പക്ഷെ ട്രെയിൻ ഇറങ്ങി മെയിൻ ഡോറിന് മുന്നേ ഉള്ള ഒരു എൻട്രൻസിലൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മംഗലാപുരത്തേക്ക് 3000 രൂപയ്ക്ക് നമുക്ക് ടാക്സി തരാന്ന് പറഞ്ഞ് ഒരു ടാക്സി ഡ്രൈവർ നമ്മളെ സമീപിക്കുകയുണ്ടായി. ഞങ്ങൾ ടാക്സി സൗകര്യം അങ്ങോട്ട് ആവശ്യപ്പെടാതെ ഇങ്ങോട്ട് വന്ന് ഓഫർ ചെയ്തതാണെന്ന് ഓർക്കണം. ടാക്സി വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മെയിൻ ഡോറിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഇവർ നമ്മുടെ പുറകെ വന്ന് 2800, 2500 എന്നിങ്ങനെ പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത്രയും വലിയൊരു എമൗണ്ടിന് അവരുടെ സർവീസ് നമുക്ക് വേണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു വെയിലത്ത് നമ്മൾ ഇത്രയും ലഗേജസും കൊണ്ട് ഞങ്ങളുടെ മോളെയും പിടിച്ച് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഒരു 10 മൈൽ അകലം നടന്നുപോയി അവിടെ വെയിറ്റ് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ഓൺലൈനിൽ ഊബർ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും അതിൽ പ്രൈസ് കാണിക്കുന്നത് 900 രൂപയാണ്. അതും കാസർഗോഡ് നിന്ന് മംഗലാപുരം വരെ പോവാൻ. സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് സർവീസ് ആയിരിക്കും ചൂസ് ചെയ്യുക? അതെ, നമ്മളും ഊബറിന്റെ സർവീസ് ആണ് ചൂസ് ചെയ്തത്. പക്ഷേ പ്രശ്നം ഇവര് നമ്മൾ സ്റ്റേഷൻ വിട്ട് നടന്നു പോകുന്നതും ദൂരെ റോഡിലോട്ട് പോയി ഒരിടത്തേക്ക് ഒതുങ്ങി നിൽക്കുന്നതും ഒക്കെ തന്നെ സ്റ്റേഷനിൽ നിന്ന് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ വീണ്ടും കുറച്ചധികം ദൂരം സ്റ്റേഷനിൽ നിന്ന് റൈറ്റ് സൈഡിലെ ഡയറക്ഷനിലേക്കാണ് നടന്നു പോയത്. പക്ഷെ നമുക്ക് പോകേണ്ടിയിരുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടായിരുന്നു. പുറത്തുനിന്നുള്ള ടാക്സി നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വരുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. നമ്മളെ പിക്ക് ചെയ്ത ഊബർ ടാക്സി സ്റ്റേഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരുന്നതും സ്റ്റേഷന്റെ അകത്തുനിന്ന് ഇവർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ കാർ തടഞ്ഞു നിർത്തി ആ കാറിന്റെ ഡിക്കിയിലിരുന്ന നമ്മുടെ ലഗേജസ് എല്ലാം പുറത്തേക്ക് വലിച്ചിട്ട് പുറത്തുനിന്നുള്ള ടാക്സി സർവീസ് അനുവദിക്കില്ല എന്നും ഞങ്ങളുടെ ടാക്സി ഞങ്ങൾ പറയുന്ന റേറ്റിന് നിങ്ങൾ പേ ചെയ്ത് ഇവിടുന്ന് പോകാൻ പറ്റിയാൽ മാത്രം നിങ്ങൾ പോയാൽ മതി എന്നും പറയുകയുണ്ടായി. ഹോസ്പിറ്റൽ കേസാണെന്നും ഞങ്ങളുടെ കയ്യിൽ തരാൻ ഇത്രയും എമൗണ്ട് ഇല്ലെന്നും പറഞ്ഞിട്ട് അവരൊരു ദയ കാണിക്കാത്തത് കൊണ്ട് അവരുടെ സർവീസ് എന്തായാലും ഞങ്ങൾ വേണ്ടെന്ന് തന്നെ വെച്ചു. ശരിക്കും ഇവർ ഈ ചെയ്ത കാര്യം നിയമവിരുദ്ധ ആയതുകൊണ്ട് തന്നെ നമ്മൾ റെയിൽ മതത്തിൽ രജിസ്റ്റർ ചെയ്യുകയും RPF ഉദ്യോഗസ്ഥര് നമ്മുടെ അടുത്ത് വന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും പിന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഡീറ്റെയിൽഡ് വീഡിയോ അവരെ കാണിച്ചപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയും ചെയ്തു. വീഡിയോ ഇത്ര നീണ്ടുപോകുമെന്ന് വിചാരിച്ചില്ല. ഇനി കുറച്ച് കാര്യങ്ങളും കൂടെയുണ്ട്, അത് അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സോ ടേക്ക് കെയർ, സീ യു ആൻഡ് ബൈ.